ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഡോക്ടർ ലുക്മാൻ, സൈക്കാട്രിസ്റ്റ് ആണ്. ഇപ്പം ഇന്ന് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസബിലിറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. സന്ദേശ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നു. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ എന്താണ് ഡിസബിലിറ്റി എന്നുള്ളത് ഇപ്പോൾ വന്ന ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് അതിനൊരു സമ്മറൈസ് ചെയ്ത് പോകാന്നുള്ള രീതിയിൽ ഡിസബിലിറ്റി എന്ന് വളരെ ബ്രീഫായിട്ട് പറയണ, ഏറ്റവും ചെറുതാക്കി പറയുകയാണെങ്കിൽ സംതിങ് ദാറ്റ് ലിമിറ്റ്സ് പീപ്പിൾ എബിലിറ്റി ടു മാനേജ് എവറിഡേ ലിവിങ്. അതായത് ദൈനംദിന കാര്യങ്ങളിൽ ചെയ്യുന്നതിന് ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, തടയുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ഡിസബിലിറ്റി എന്ന് പറയാം. ഇപ്പൊ എന്തൊക്കെ തരം ഡിസബിലിറ്റികൾ ഉണ്ടാവാം? ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മോസ്റ്റ് കോമൺലി കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഡിവിജ്വൽ ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, സെൻസറി ആൻഡ് സ്പീച്ച് ഡിസബിലിറ്റി, പിന്നെ ബ്രെയിൻ ഇഞ്ചുറി കാരണം വരുന്ന ഡിസബിലിറ്റീസ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മറ്റ് അസുഖങ്ങൾ കാരണം വരുന്ന ഡിസബിലിറ്റീസ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഡിസബിലിറ്റീസ് ആയിട്ട് ഉള്ളത്. ഇപ്പൊ ഡിസബിലിറ്റി സെക്ടറുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയുമായി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് വൈറ്റൽ ടു സീ ദ ഹോൾ ചൈൽഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൈറ്റൽ ടു സീ ദ ഹോൾ പേഴ്സൺ, നോട്ട് ജസ്റ്റ് ദ ഡിസബിലിറ്റി ഓർ ഇൽനെസ്. അവരെ ആ ഒരു ഡിസബിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു ബുദ്ധിമുട്ടിലേക്കോ മാത്രം ചുരുക്കാതെ അവരെ മൊത്തമായിട്ട് ഒരു മനുഷ്യനായിട്ട് കാണുക എന്നുള്ളതാണ് ഡിസബിലിറ്റി സെക്ടറിൽ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയുമായി നമ്മൾ ഇടപെടുമ്പോൾ ഓർക്കേണ്ട, അത്യാവശ്യം വേണ്ട ഒരു കാര്യം. ഇനി മെന്റൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ, എന്താണ് മെന്റൽ ഹെൽത്ത്? നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് എല്ലാ സംഗതികളും അതിൽ വരുന്നുണ്ട്. മെന്റൽ ഹെൽത്തിനെ തന്നെ നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്, പുവർ, ഇൽനെസ് എന്നുള്ള രീതിയിൽ. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള, അതായത് ആരോഗ്യം, നല്ല മാനസികാരോഗ്യമുള്ള അവസ്ഥ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ, അല്ലെങ്കിൽ ഏത് മനുഷ്യനായാലും ചില സമയത്ത് മാനസികാരോഗ്യത്തിൽ കുറച്ച് ഡിസ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ പുവർ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റ് എന്ന് പറയാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥ, കുറച്ച് ഡിസ്ട്രെസ് ഉള്ള അവസ്ഥ. വീണ്ടും അത് വഷളായി വരികയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പടി കൂടി കടന്നു കഴിഞ്ഞാൽ അതൊരു മെന്റൽ ഇൽനെസ് എന്ന രീതിയിലേക്ക് വരും. അപ്പൊ പുവർ മെന്റൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും രണ്ടും സെയിം അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പുവർ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവനെന്തോ വലിയ അസുഖമാണ് എന്ന രീതിയിലേക്ക് പോകേണ്ട കാര്യമല്ല. പുവർ മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും പല സമയത്തും കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൊലോങ്ഡ് ആയിട്ട് കുറച്ച് കൂടുതൽ കാലം ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ സോഷ്യലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ റോൾ ഫങ്ഷനിങ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്ന, കുറച്ച് കൂടുതൽ കാലത്തേക്ക് മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മെന്റൽ ഇൽനെസ് എന്ന് പറയുക. പിന്നെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾക്ക് ഒരിക്കലും നല്ല ഗുഡ് മെന്റൽ ഹെൽത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയല്ല, പല ഇൽനെസ്സുകളും, പല മെന്റൽ ഇൽനെസ്സും ആ ഇൽനെസ് ഉള്ള സമയത്താവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലാത്ത സമയത്ത് വെരി ഗുഡ് മെന്റൽ വെൽബീയിങ്ങിലോ അവർ കടന്നു പോവുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ ഒക്കെ അതൊരു എപ്പിസോഡിക് ആയിട്ട് വരുന്ന അസുഖമാണ്. അപ്പൊ ആ എപ്പിസോഡ് ഉള്ള സമയത്ത് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവുമായി ജീവിച്ചു പോകുന്ന ആളുകളാണ് മെന്റൽ ഇൽനെസ് ഉള്ള ഒട്ടുമിക്ക ആളുകളും. ചില അസുഖങ്ങൾ മാത്രമാണ് ക്രോണിക് ആയിട്ട് ഉള്ളത്. സോ അതാണ് മെന്റൽ ഹെൽത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. ഗുഡ് ഉണ്ട്, പുവർ ഉണ്ട്, ഇൽനെസ് സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചില ലക്ഷണങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സിഗ്നിഫിക്കൻ്റ്ലി. അത് നമ്മളെ ജീവിതം വളരെയധികം ഇമ്പയർ ചെയ്യും. ചിലത് തീരെ നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാവും? മോസ്റ്റ് കോമൺലി കാണുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എൻജോയ്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് ടു ഗിവ് യു ഫുൾഫിൽമെന്റ്. അതായത് നമുക്ക് ഇതിനു മുമ്പ് സന്തോഷം തരുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. ദേഷ്യം, ഇറിറ്റബിലിറ്റി, ഫ്രസ്ട്രേഷൻ, കുറച്ച് ഉത്കണ്ഠ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ലോ മൂഡ് അല്ലെങ്കിൽ ഒരു മോശം മൂഡ്, ഉറക്കത്തിലുള്ള മാറ്റങ്ങൾ, ഉറക്കം കൂടുതലാവാം, ഉറക്കം കുറവാവാം, വിശപ്പിലുള്ള മാറ്റങ്ങൾ, തീരെ കഴിക്കുന്നില്ല അല്ലെങ്കിൽ അധികമായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മധുരം പോലെയുള്ള സാധനങ്ങൾ അധികമായിട്ട് കഴിക്കുക, ആളുകളെ ഒഴിവാക്കുക, പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ല, വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ കാണാൻ ഇഷ്ടമല്ല, സാധാരണ നമ്മൾ അവരോട് പോയി സംസാരിക്കുന്ന നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുന്നൊക്കെയാണ്.
പുതിയൊരാളുകൾ വീട്ടിലേക്ക് വന്നാൽ ഒഴിഞ്ഞ് റൂമിൽ പോയിരിക്കുക, അവർ പോകുന്നവർ അവിടെ തന്നെ ഇരിക്കുക, പബ്ലിക് ഫംഗ്ഷനൊന്നും പോവാതിരിക്കുക, ഗ്യാതറിങ്സിനൊന്നും പോവാതിരിക്കുക, അങ്ങനത്തെ ലക്ഷണങ്ങൾ. അതല്ലെങ്കിൽ സൂയിസൈഡ് തോട്ട്, മരണത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, മെമ്മറിയിലുള്ള കുറവുകൾ, കോൺസെൻട്രേഷനിലുള്ള കുറവുകൾ, എനർജിയിലുള്ള കുറവുകൾ, ഇങ്ങനെ ഒരുപാട് സിംറ്റംസ്. നമ്മൾ നിസാരമെന്ന് തള്ളിക്കളയുന്ന പല സിംറ്റംസും ചിലപ്പോൾ ഒരു മെന്റൽ ഡിസ്ട്രസിന്റെയോ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസിന്റെയോ ലക്ഷണങ്ങളായേക്കാം. ഒബ്വിയസ്ലി ഭയങ്കരമായിട്ട് എന്താണ് വയലന്റ് ആവുകയോ, നമ്മൾ എല്ലാവരും തെറ്റിദ്ധാരണ ഉള്ള പോലെ മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ മെന്റൽ ഡിസ്ട്രസ് ഉള്ള ആളുകളൊക്കെ ഭയങ്കര വയലന്റ് ആവും, ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകളാവും, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ മെന്റൽ ഇൽനെസ് ഉള്ളൂ എന്ന് ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കാത്ത സട്ടിലായിട്ടുള്ള സയൻസും ചിലപ്പോൾ അയാൾ മെന്റൽ ഡിസ്ട്രസിന്റെയോ ഇൽനെസിന്റെയോ ലക്ഷണങ്ങളായേക്കാം. ഒരു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി അവരുമായി ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന അവരുടെ പാരൻസും സിബ്ലിങ്സും ആവും. അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്കും ഉണ്ടാവാം. പാരൻസിനാണെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ, പല സാമൂഹിക ചുറ്റുപാടുകളിൽ അവർക്ക് ഒഴിവാക്കേണ്ടി വരും. എന്തുകൊണ്ട്? അവരെ കുറ്റമാണോ? അല്ല. അവർക്ക് ഈ ഡിസബിലിറ്റി ഉള്ള ആളെയും കൊണ്ട് ആരെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. ടോയ്ലറ്റ് പോകണമെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡിസബിലിറ്റി ഫ്രണ്ട്ലി അല്ലാത്ത ഏരിയസ് ആയത് കാരണം തന്നെ ഇവരെന്ത് ചെയ്യും? അങ്ങനത്തെ ഫങ്ഷൻസ് എല്ലാം ഒഴിവാക്കും. ഒരു സോഷ്യൽ ഐസൊലേഷൻ അവിടെ ഉണ്ടാവും. സ്റ്റിഗ്മ കാരണം പല സമയത്തും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുള്ള വീട്ടിലുള്ള ആളുകളെ ക്ഷണിക്കാത്ത അവസരങ്ങളും ഉണ്ട്. പുറത്തേക്ക് പോകുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് കുറയ്ക്കും. പാരൻസിന് വേറെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡോക്ടറെ കാണാൻ പോകാനോ സ്കൂളിൽ ചേർക്കാനോ ഒക്കെ ടെൻഷനാണ്. ഏത് സ്കൂളിൽ ചേർക്കുക, എന്താണ്? ബാക്കിയുള്ള പാരൻസിനെ പോലെ അല്ല. ഇവന് ഇപ്പോൾ ഒരു കുട്ടി അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അവിടെ കയറാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, നടക്കാൻ മൊബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളാണ്. മാനേജ് ചെയ്യാൻ അറിയുന്ന സ്റ്റാഫ് ഉണ്ടോ എന്നുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഡെയിലി ലിവിങ് എന്നും പാരൻസിന് ചാലഞ്ചാണ്. പലരും അവരെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് കുറച്ച് കാലക്രമേണ അതിലൊന്നും ശ്രദ്ധയില്ലാതാവുക. കുട്ടിയുടെ നീഡിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ചില സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ടീച്ചേഴ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ നമ്മളൊരു ഇഷ്യൂ കേട്ടു, ഹോസ്പിറ്റലിലുണ്ടായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എതിർപ്പ്, ഇത് മനസ്സിലാക്കാത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പാരൻസും കടന്നു പോകുന്നുണ്ട്. ഇനി സിബ്ലിങ്സിന്റെ കാര്യമാണെങ്കിലോ, സിബ്ലിങ്സിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ജലസി എന്ന് പറയുന്നത്. പാരൻസ് മിക്കവാറും കൂടുതൽ സമയം മറ്റേ കുട്ടിയുടെ കൂടെയാവും കൂടുതൽ സമയം ചെലവഴിക്കുക. കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് മറ്റേ കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ വിചാരിക്കുക എന്താണ്? ഞങ്ങളോട് ഇഷ്ടം കുറവാണ്, അല്ലെങ്കിൽ അവരോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവാം, ഞാൻ ഇവന് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. സ്കൂളുകളിൽ ഇവർ കളിയാക്കൽ നേരിടും. ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ മാത്രമല്ല, അവരുടെ സിബ്ലിങ്സ് വരെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ബാക്കി കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയൊരു അവബോധം ഇല്ലാത്തത് കാരണം ഈ ഒരു പേരിൽ അവരെയും കളിയാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരൻസിനും സിബ്ലിങ്സിനും എല്ലാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നുള്ളത്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഹാവ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വിത്ത് അതർ ഡിസബിലിറ്റീസ്. അത് നമ്മൾ വിശദമായിട്ട് ഇനി മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ ചർച്ച ചെയ്യും. എന്താണ് ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി? ഇപ്പൊ നമ്മൾ പല ഡിസബിലിറ്റികളെയും കുറിച്ച് പറഞ്ഞു. ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി എന്താണ്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? പലതരം ഡിസബിലിറ്റികളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടായി. എന്താണ് ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി? പലരും വിചാരിച്ച പോലെ തന്നെ ആവാം, ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി എന്നുള്ളത് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി. പല RPWD ആക്ടിൽ 21 ഡിസബിലിറ്റികൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡിസബിലിറ്റിക്ക് കാരണമാവുന്ന ഇത്. പെർമനന്റ് ഡിസബിലിറ്റി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പെർമനന്റ് ഡിസബിലിറ്റി മാത്രമാണ് കൺസിഡർ ചെയ്യുക. പെർമനന്റ് ഡിസബിലിറ്റി മാത്രമല്ല, ടെമ്പററി ആയിട്ട് ഡിസബിലിറ്റീസ് ഉണ്ടാവും അല്ലെ.
അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഡിസബിലിറ്റി ലീഡിങ് കോസ് ആയിട്ട് വരിക. ഓൾറെഡി മറ്റൊരു ഡിസബിലിറ്റി കണ്ടീഷൻ ഉള്ള ആളുകൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ കൂടി വന്നാൽ ഡബിൾ ഇഷ്യൂസ് ആണ് അല്ലെ. ഓൾറെഡി ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ വേറെ മെഡിക്കൽ ഇൽനെസ് കാരണമുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഡബിൾ ഇമ്പാക്റ്റ് ആണ്. മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു എന്താണ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഹാവ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം. ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഡബിൾ ഇമ്പാക്റ്റ് ഡബിൾ ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഡിസബിലിറ്റി ഉള്ള ആളുകളിൽ ഇപ്പോൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഇൽനെസ് ആർ സിവിയർ എമംഗ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പുവർ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസും സിവിയർ ആണ്. എത്രത്തോളം? ഡിസബിലിറ്റി ഇല്ലാത്ത പീപ്പിൾ വിത്തൗട്ട് ഡിസബിലിറ്റിയുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മെന്റൽ ഡിസ്ട്രെസ് വരാനുള്ള സാധ്യത 5 മടങ്ങ് 5 ടൈംസ് കൂടുതലാണ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയിലുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടായുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ക്രോണിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയുള്ള ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ടിന്റെ ഡിസീസസ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പുവർ ഹെൽത്ത് ബിഹേവിയേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അവരുടെ തന്നെ കോൺഫിഡൻസും സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ തകർന്നു പോകും. അതൊരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിലേക്ക് മൂവ് ചെയ്യാനും സാധ്യത ഉണ്ട്. ഇപ്പോൾ മെന്റൽ ഹെൽത്ത് ഡിസ്ട്രസ് 5 പ്രാവശ്യം 5 ടൈംസ് വരാൻ സാധ്യത കൂടുതലാണ്. അത് കാരണം ക്രോണിക് ഡിസീസും പുവർ മെന്റൽ ഹെൽത്ത് ബിഹേവിയേഴ്സും മൊറലൈസിംഗ് ലിമിറ്റേഷൻസും മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലേക്കും ഇവർ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഡെയിലി ബേസിസിൽ ഒരുപാട് ചലഞ്ചസ്, ഒരു ആവറേജ് മനുഷ്യൻ നേരിടുന്ന ചലഞ്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി എല്ലായിടത്തും ഇടപെടുന്ന ഒരാളെ ചലഞ്ച് ഒരു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി നേരിടുന്ന ചലഞ്ചും വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ എത്രയോ കൂടുതൽ ഡെയിലി ചലഞ്ചസ് മീറ്റ് ചെയ്യുന്ന ആളുകളാണ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റികൾ. എന്തൊക്കെയാവാം? ഫിസിക്കൽ ബാരിയേഴ്സ് നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചു. നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിംഗ്, ഇവരെ വേറൊരു കണ്ണിലൂടെ എന്തോ മോശമാണ്, എന്തോ കുറവുള്ള ആളാണ് എന്ന രീതിയിൽ കാണുന്ന പ്രശ്നം. എല്ലാ ആളുകൾക്കും കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ഇവർക്ക് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ബസ്സുകൾ ആലോചിച്ചാൽ മതി അല്ലെ. ഒരു ബസ് കയറി ഏറ്റവും ബേസിക് സാധനമാണ് ഒരു ബസ്സിലോ ഓട്ടോയിലോ ട്രാവലിംഗ് എന്നുള്ളത്. ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവർക്കൊരു ഡിസബിലിറ്റി ഫ്രണ്ട്ലി ട്രാവലിംഗ് കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സഞ്ചാരവും ബാക്കി കമ്മ്യൂണിറ്റിയുമായി ഇടപെടുന്ന കാര്യങ്ങളും അവരെ ഫിസിക്കലും മെന്റലും അല്ലെങ്കിൽ ഡെയിലി നീഡ്സും ഒക്കെ നേടിയെടുക്കുന്നതിൽ അവർക്ക് ഭയങ്കരമായ ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ജനറൽ പോപ്പുലേഷന്റെ കാട്ടി കൂടുതൽ അബ്യൂസും നെഗ്ലക്റ്റും അവഗണനയും ഇവർക്കെതിരെയുള്ള അബ്യൂസസും കൂടുതലാണ്. ഇതെല്ലാം കാരണം ഫാർ മോർ സസെപ്റ്റബിൾ ആണ്. ഇത് ഏതൊരാൾക്കും കൂടുതൽ അബ്യൂസും നെഗ്ലക്റ്റും പല ബാരിയേഴ്സും വന്നാൽ നമ്മളെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയല്ല. ഏതൊരു മനുഷ്യനും ഇങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു മെന്റൽ ഡിസ്ട്രെസ്സോ അതൊരു മെന്റൽ ഇൽനെസ്സിലേക്കോ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി എല്ലാ ദിവസവും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവർക്കൊരു ബാരിയർ അതിനില്ല. അത് കാരണം ഇവർക്ക് മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. എന്തൊക്കെയാണ് മെയിൻലി മെന്റൽ ഹെൽത്ത് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് നേരിടുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണ്? സോഷ്യൽ സ്റ്റിഗ്മസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഡിസബിലിറ്റി, എന്ത് ഡിസബിലിറ്റി ആവട്ടെ, ഫിസിക്കലാവട്ടെ, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആവട്ടെ, ബാക്കി ഏതെങ്കിലും ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടുള്ളതാവട്ടെ, ഒരു ട്രോമാറ്റിക് റോഡ് ട്രാഫിക് ആക്സിഡന്റ് വന്ന ഡിസബിലിറ്റി വന്ന ആളുകളാവട്ടെ, സോഷ്യൽ സ്റ്റിഗ്മ എന്നുള്ളത് ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു വിഭാഗമാണ്. നോട്ട് ജസ്റ്റ് ദ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, അവരുടെ ഫാമിലിയും സിബ്ലിങ്സും എല്ലാവരും. അത് കാരണം എല്ലാ സർവീസസും ആക്സസ് ചെയ്യാൻ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റിന് ചെന്നാൽ തന്നെ, സപ്പോസ് ഞാൻ മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ പറയണം, ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നു എന്ന് വിചാരിക്കുക, അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് പല മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് സൈക്കാട്രിസ്റ്റ്, ഇൻക്ലൂഡിങ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. എന്തൊക്കെയാവാം? ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂമായി ചെന്നാൽ ആദ്യം നമ്മളത് വിചാരിക്കുക പ്രൊവൈഡർ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ പറയുന്നില്ല, എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസും ഇതൊരു ഇൻഡിപെൻഡന്റ് ചലഞ്ച് ആവാം. അതായത് ഇത് ഡിസബിലിറ്റിയുമായി ബന്ധമുള്ള ഒരു സംഗതിയല്ല,
ജനറൽ പോപ്പുലേഷന് വരുന്ന പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ചലഞ്ചായിട്ട് ഒരു മെന്റൽ ഡിസ്ട്രെസ്സോ ഇൽനെസ്സോ വന്നതാവാം എന്ന് വിചാരിക്കാതെ അത് ഡിസബിലിറ്റിയുമായി കൂട്ടിക്കെട്ടും. ഇത് ഡിസബിലിറ്റി കാരണമുള്ള സംഗതിയാണ്. അപ്പൊ എന്താ ചെയ്യാ? അത് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഒരു മൈൻഡ് സെറ്റിലാവും പ്രൊവൈഡേഴ്സ് ഉണ്ടാവുക. ഇവരെന്താവും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടില്ല. വേദനയും കാര്യങ്ങളുമായിട്ട് ചെല്ലുകയാണ്, ഉറക്കക്കുറവായിട്ട് ചെല്ലുകയാണ്, ദേഷ്യം കൂടുതലായിട്ട് ചെല്ലുകയാണ്, തീരെ മിണ്ടാതായിട്ട് ചെല്ലുകയാണ്, സംശയങ്ങളായിട്ട് ചെല്ലുകയാണ്, എന്തോ ആവട്ടെ, ലക്ഷണം എന്തോ ആവട്ടെ, ചെന്നാൽ എന്താണ് വിചാരിക്കുക? ഇത് ഡിസബിലിറ്റി കാരണം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ അവരെ ഫിസിക്കൽ സിംറ്റംസിന് മാത്രം ട്രീറ്റ്മെന്റ് കിട്ടും. പെയിൻ എന്നുള്ളത് അയാളുടെ ഡിസ്ട്രെസ് കാരണം വന്നതാവാം, വിശപ്പില്ലാത്തതായാലും ഡിസ്ട്രെസ് കൊണ്ട് വന്നതാവാം. പക്ഷെ ആ ഒരു ഫാക്ടറിലേക്ക് കടക്കാതെ അതിനുള്ള ഒരു ഫിസിക്കൽ ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്തിട്ട് ആളെ പറഞ്ഞേക്കുന്ന അവർ മാത്രം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എങ്ങനെ ഉണ്ടാവും, ഡിസബിലിറ്റി ഉള്ള ആളുകളെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ സംഗതി മൊത്തം മാറ്റി കഴിഞ്ഞാലേ ഇവരെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതായാൽ മാത്രമേ ഇവര് ജനറൽ പോപ്പുലേഷൻ പോലെ ഏതൊരാളെയും പോലെ സമൂഹത്തിൽ ഇറങ്ങി ഇടപെടാൻ ഇവർ ആവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റിഗ്മാസ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പീപ്പിൾ ഇത് ഡിസബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും നേരിടുന്നുണ്ട്. ഹിയറിങ്ങും സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്പീക്കിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ സൈൻ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് ഈ സംഗതികൾ അറിയില്ല, അല്ലെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള, അത് മനസ്സിലാക്കാനുള്ള ക്വാളിഫൈഡ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് കുറവാണ്. അപ്പൊ ഈ ഒരു ചാലഞ്ചും ഇതൊരു വലിയൊരു ബാരിയർ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അടുത്ത ബാരിയർ. നമുക്കറിയാം ഗവൺമെന്റ് സ്കീമുകൾ ഉണ്ട്, ഇല്ല എന്നല്ല, സ്കീമുകളെല്ലാം അപര്യാപ്തമാണ് അല്ലെ. ചെറിയൊരു ഡിസബിലിറ്റി പെൻഷൻ എന്നുള്ളത് 1600 രൂപയാണ്. അതുകൊണ്ട് ഒരു അഡൽട്ട് വിത്ത് ഡിസബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ 1600 കൊണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കാൻ പറ്റില്ല. സ്കീംസ് ഉണ്ടെങ്കിലും അപര്യാപ്തമാണ്. അത് കാരണം എന്തുണ്ടാവും, പോവർട്ടി കാര്യങ്ങൾ ഉണ്ടാവും. അതുണ്ടായാൽ മെന്റൽ ഹെൽത്ത് പോട്ടെ, ഫിസിക്കൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നാടാണ്. ഫിസിക്കൽ ഹെൽത്ത് അതിനുള്ള ചെലവ് പോലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. മെഡിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ തെറാപ്പി എടുക്കേണ്ട ഒരു ഇതിനൊന്നും കാശില്ലാത്തൊരവസ്ഥ, പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. എംപ്ലോയ്മെന്റ് കാര്യത്തിൽ വരികയാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ചെന്നു, നമുക്ക് ഡിസബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രിമിനേഷൻ ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. റിസർവ്ഡ് സീറ്റിൽ മാത്രമാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടാറുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ, ജോലി കിട്ടിയാൽ തന്നെ പോകാനും വരാനുള്ള ബുദ്ധിമുട്ടുകൾ. അടുത്തൊരു ബാരിയർ എന്താണ്, കോസ്റ്റാണ്. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തേണ്ട ഒരു മേഖലയാണ് ഡിസബിലിറ്റിക്കുള്ള പല ഡിസബിലിറ്റീസിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ചെലവ് എന്നുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പൊ തെറാപ്പി ആണെങ്കിൽ അതിന് എത്ര റേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. ചില ഫിസിയോതെറാപ്പി ആയാലും ഒക്യുപേഷണൽ തെറാപ്പി ആയാലും സൈക്കോതെറാപ്പി ആയാലും ഈ ബാക്കി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഒരു ഭയങ്കര ലിമിറ്റിംഗ് ഫാക്ടറാണ്. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ് ഹെൽത്ത് കെയർ നെറ്റ്വർക്ക്സ്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈയിടെയായിട്ടാണ് അങ്ങനത്തെ കുറച്ചെങ്കിലും സംവിധാനങ്ങൾ വരുന്നത്. അത് അവിടെ തന്നെ പൂർണ്ണമായിട്ടും പര്യാപ്തമല്ല. പല സ്ഥലത്തേക്ക്, പല സർവീസിനായിട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്തേക്കും, അല്ലെങ്കിൽ പല ഹെൽത്ത് പ്രൊവൈഡേഴ്സിന്റെ അടുത്തേക്കും, അല്ലെങ്കിൽ പല പ്രൊവൈഡേഴ്സിന്റെ അടുത്തേക്ക് പോകേണ്ടി വരിക. അപ്പൊ അവിടെയൊക്കെ ചാലഞ്ചസ് ആണ്. ലൈക്ക് എന്താണ്, ഇതിന്റെയൊക്കെ ഇടയിൽ വലിയ വലിയ കിടങ്ങാണ്. ഇയാൾക്ക് ഒരു 5 ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി വേണം, അല്ലെങ്കിൽ 5 സർവീസസ് ഇയാൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ 5നും 5 സ്ഥലത്തേക്ക് പോകേണ്ട ബുദ്ധിമുട്ടാണ്. ഡിസ്കണക്റ്റഡ് ആയത് കാരണം എന്ത് ചെയ്യും, ഇവർ ഡ്രോപ്പ് ചെയ്യും. ഏറ്റവും അത്യാവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് പോകും. എന്നാൽ അത് മതിയോ നമ്മൾ ഓവറോൾ വെൽബീയിങ്ങിന് പോരാ. ഇപ്പൊ ഡിസ്കണക്റ്റഡ് ഹെൽത്ത് നെറ്റ്വർക്കും വലിയൊരു ഇഷ്യൂ ആണ്. ഇനി ജസ്റ്റ് എനിക്കറിയില്ല, നമ്മൾ യൂഷ്വലി ഏർലി ഇന്റർവെൻഷനിലാണ് തണൽ ബന്ധപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ ഉണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം. ഓട്ടിസം എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. എന്താണ് ഓട്ടിസം? 2 മെയിൻ സ്ഫിയേഴ്സ് ആണ് അതിലുള്ളത്. ഇംപേർഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് വെർബലോ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ. വാക്കുകൊണ്ട് സംസാരത്തിലാവണം നിർബന്ധമല്ല, നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഐ കോണ്ടാക്ട്, കൈ നീട്ടിയാൽ
നമ്മളൊരു ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും തിരിച്ച് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റി. ഞാൻ പറഞ്ഞു, മറ്റാളെ മുന്നത്തെ ആളെ ഇമോഷൻസും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രതികരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതാണ് ഇമ്പയർഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. പിന്നീട് വരുന്ന ഒരു സ്ഫിയർ ആണ് റിപ്പീറ്റേറ്റീവ് റെസ്ട്രിക്റ്റഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. അതിലുള്ളതാണ് റെസ്ട്രിക്റ്റഡ്, വളരെ കുറച്ച് കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ വരുന്ന മറ്റൊരു സാധനമാണ് ഹൈപ്പർ റിയാക്ടിവിറ്റി ടു അല്ലെങ്കിൽ ഹൈപ്പോ റിയാക്ടിവിറ്റി ടു സെൻസറി ഇൻപുട്ടുകളിലേക്ക് കൂടുതൽ ഹൈപ്പർ ആണെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി. ചില ആളുകൾക്ക് പെയിൻ തീരെ അറിയില്ല, ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ സെൻസിറ്റീവ് ആവും. അല്ലെങ്കിൽ ചെറിയ ശബ്ദം ഉണ്ടായാൽ തന്നെ ഞെട്ടുന്ന ആളുകളുണ്ട്, ഇനി വലിയ ശബ്ദം ഉണ്ടായാൽ തീരെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. ഹൈപ്പറും ആവാം ഹൈപ്പറും ആവാം. ഈ രണ്ട് സ്പിയേഴ്സിലാണ് ഓട്ടിസം ഉള്ള ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. നമ്മൾ 3 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള. ലെവൽ 1 എന്ന് പറയുന്നത് ചെറിയ സപ്പോർട്ട് ഉണ്ടായാൽ ഉഷാറായിട്ട് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സപ്പോർട്ട് മതി. ലെവൽ 2 എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട് വേണം. ലെവൽ 3 എന്ന് പറയുന്നത് റിക്വയറിങ് വെരി സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഓട്ടിസത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇത് സ്ഥിരമായിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന കാരണം ഞാൻ സ്ലൈഡ് ആഡ് ചെയ്തതാണ്. എന്തൊക്കെയാണ് സയന്റിഫിക്കലി പ്രൂവൺ റീസൺസ്? ഒരു ഓട്ടിസം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇന്ന കാര്യം എന്നല്ല, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ നിയോനാറ്റൽ ഹൈപ്പോക്സിയ, ജനിക്കുന്ന സമയത്ത് ഓക്സിജന്റെ കുറവ്, ശ്വാസം കിട്ടാൻ വലിക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടി കരഞ്ഞില്ല ഡിലേ ആവുന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് എല്ലാം ഒരു ജനിക്കുന്ന സമയത്ത് ഓക്സിജൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റീസ് ഉള്ളത് ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യത കുറവ്. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഓട്ടിസം ഉണ്ടാവും എന്നുള്ളതല്ല പറയുന്നത്, അതിനുള്ള സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. വാൽപ്രേറ്റ് എന്നുള്ളൊരു മെഡിക്കേഷൻ ഉണ്ട്, സോഡിയം വാൽപ്രേറ്റ്. ആ മെഡിക്കേഷൻ പ്രഗ്നൻസിന്റെ സമയത്ത് കഴിക്കുന്നത് ഓട്ടിസത്തിനുള്ള സാധ്യത കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 2 പ്രഗ്നൻസികൾ തമ്മിൽ, അതായത് ഒരു കുട്ടി ജനിച്ച് 12 മാസത്തിന് അകത്ത് രണ്ടാമത്തെ കുട്ടി ജനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത കുട്ടി ജനിക്കുകയാണെങ്കിൽ ഓട്ടിസമുള്ള സാധ്യത, ജനറൽ ഓട്ടിസം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റേണൽ ഏജ്, അച്ഛന്റെ അമ്മയുടെയും വയസ്സ്, അമ്മയുടെ വയസ്സ് 40 വയസ്സിന് കൂടുതൽ, അച്ഛന്റെ വയസ്സ് 50 വയസ്സിന് കൂടുതലാണെങ്കിൽ ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ട്. ഓട്ടിസം ഉള്ള ഒരു കുട്ടി ഉണ്ടായാൽ പിന്നെ റിസ്ക് കുറച്ച് കൂടുതലാണ്. പ്രീ ടൈം ഡെലിവറി, മാസം തികയുന്നതിന് മുമ്പ് ജനിക്കുന്നത്. മറ്റേണൽ ഡയബറ്റീസ് പറഞ്ഞ അതേപോലെ മറ്റേണൽ ഒബീസിറ്റി. പ്രൊട്ടക്റ്റീവ് ആയിട്ടൊരു കാര്യമുണ്ട്, ഓട്ടിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഫോളിക് ആസിഡ് ഇൻടേക്ക്. നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കൊടുക്കും. ആ ഫോളിക് ആസിഡ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഓട്ടിസത്തിനെ തടയും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓട്ടോഇമ്യൂൺ ഡിസീസ്, മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ട്, തൈറോയ്ഡ് പോലെ അല്ലെങ്കിൽ SLE പോലെ കുറെ ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ടെങ്കിൽ ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. വാക്സിനേഷൻ എടുത്താൽ ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് തെറ്റിദ്ധാരണയാണ്. പ്രൊലോങ്ഡ് ലേബർ കാരണം ഓട്ടിസം ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അസിസ്റ്റഡ് അസിസ്റ്റഡ് ഡെലിവറീസ് ഉണ്ടാവുമല്ലോ അല്ലെ, വാക്യൂം ഡെലിവറി, വാക്യൂം വെച്ചിട്ട് കപ്പ് വെച്ച് വലിച്ചെടുത്തതാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ലേബർ ആകുമ്പോൾ സുഖപ്രസവം അല്ലാതെ ഒരു വാക്യൂം, ഒരു ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഡെലിവറി എടുക്കുന്ന സാധനം. സിസേറിയൻ ചെയ്താൽ ഓട്ടിസം ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി സമയത്ത് ഏത് അസുഖം ഉണ്ടായാലും ഓട്ടിസം ഉണ്ടാവണമെന്നില്ല. പഠനങ്ങൾ കുറച്ച് കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസിലാണ് കൂടുതൽ റിസ്ക് കാണുന്നത്. അത് തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല, കുറച്ച് റിസ്ക് കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഓട്ടിസത്തിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സംഗതികൾ. 6 മാസമായിട്ടും ചിരിക്കുന്നില്ല, 9 മാസമായിട്ടും സൗണ്ടുകൾ ഉണ്ടാക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫേസ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ചൂണ്ടിക്കാണിക്കാതെ 12 വയസ്സായിട്ടും പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ചൂണ്ടിക്കാണിക്കാതിരിക്കുക, വേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വലിച്ചു കൊണ്ടുപോകാതിരിക്കുക, 16 മാസമായിട്ടും ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുക, 24 മാസം അതായത് 2 വർഷമായിട്ടും 2 വാക്കുകൾ പോലും മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു 1.5 വയസ്സ് 2 വയസ്സ് വരെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, വീണ്ടും പിന്നീട് അങ്ങോട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. സംസാരിച്ചിരുന്ന ആള് കുറച്ച് സംസാരം കുറഞ്ഞു, ചിരിച്ചിരുന്ന ആള് ചിരിച്ചു, ചിരിക്കുന്നില്ല, ഇപ്പം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അപ്പോൾ നേടിയെടുത്ത സ്കിൽസ് നഷ്ടപ്പെട്ടു പോവാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മേ ബി അത് ഓട്ടിസം ആവാം, ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാവാം. ഇതാണ് രക്ഷിതാക്കളും പരിചരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചികിത്സകൾ ലഭ്യമാണോ? അതെ, ഓട്ടിസത്തിന് പലവിധ തെറാപ്പികളും കാര്യങ്ങളും ലഭ്യമാണ്. ഇതല്ല നമ്മളെ പോയിന്റ് ഇതാണ്, മെന്റൽ ഹെൽത്ത് ഇൻ ഡിസബിലിറ്റി എന്നുള്ളത്. ഓട്ടിസം ഉള്ള ആളുകൾക്ക് മറ്റ് മെന്റൽ ഹെൽത്ത് ഇൽനെസ് ഉണ്ടാവോ എന്നുള്ളതാണ് ചോദ്യം.
ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഉള്ളത് ഓട്ടിസത്തിന്റെ കൂടെ ADHD എന്നുള്ള ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ പറയുന്നത് 35% വരെ ASD ഉള്ള ആളുകൾക്ക് ADHD വരാനുള്ള സാധ്യത 35%. ഇപ്പൊ ASD ഉള്ള ആളുകളിൽ 35% ആളുകൾക്കും ADHD എന്നൊരു കണ്ടീഷൻ ഉണ്ടാവാം. പിന്നീട് വരുന്ന റിസ്ക് ഫാക്ടർ ഏറ്റവും കൂടുതൽ വരുന്നത് ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഉത്കണ്ഠ രോഗങ്ങൾ അവർക്ക് കൂടുതൽ ഉണ്ടാവാം. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 25%. അപ്പോൾ ഓട്ടിസം ഉള്ള എല്ലാവർക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ 30%-ഓളം ആളുകൾക്ക് ഓട്ടിസം ഉള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും കൂടെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഈ സംഗതികൾ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് മിസ്സായി പോകും. അതിനുള്ള ട്രീറ്റ്മെന്റ് മിസ്സായി പോയാൽ ഓട്ടിസത്തിനുള്ള നമ്മൾ എടുക്കുന്ന തെറാപ്പികൾക്കും ട്രീറ്റ്മെന്റ്സിനെയും അതിനെ എന്തായാലും എഫക്ട് ചെയ്യും. ഈ കാര്യങ്ങൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളുമായി ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പാരന്റ്സുമായി ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലായതെന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മളൊരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബാക്കി അസോസിയേറ്റഡ് ഫിസിക്കലായിട്ട് വേറെ അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന പോലെ MRI എടുക്കുന്നുണ്ട്, EEG എടുക്കുന്നുണ്ട്, വെറ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിന് ബാക്കി ഫിസിക്കൽ കണ്ടീഷൻ, ബാക്കി മെഡിക്കൽ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് സ്ക്രീൻ ചെയ്യുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ADHD ഉള്ള കുട്ടിക്ക് തെറാപ്പിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആവും, അറ്റൻഷൻ ഭയങ്കര കുറവാകും. അപ്പൊ അത് കാരണം തെറാപ്പിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. തെറാപ്പി ഇഫക്റ്റീവ് ആവില്ല, നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആവില്ല. കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നതിൽ ഒന്നുകൂടി ടെൻഷൻ കൂടും. സോഷ്യൽ ആങ്സൈറ്റി ആണ്, സെപ്പറേഷൻ ആങ്സൈറ്റി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല. ഈ സംഗതികൾ സ്ക്രീൻ ചെയ്ത് അതിന് വേണ്ട ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ, ഈ കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് അതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ സർ ഒരു സംശയം സർ ഒരു സംശയം ഓക്കെ പറയാം. ADHD ഉണ്ടെങ്കിൽ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല ഹൈപ്പർ ആണെങ്കിൽ ADHD ഉണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ട് അതിന്റെ ADHD അടുത്ത് പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ കവർ ചെയ്യാത്. ADHDക്ക് മെഡിസിൻ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്, തെറാപ്പിയും ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. അപ്പൊ അതിൽ ഇഫക്റ്റീവ് ആയിട്ട് ഏതാന്ന് ചോദിച്ചാൽ ഏർലി സ്റ്റേജസിലൊക്കെ മെഡിസിനാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം തെറാപ്പിയും മെഡിക്കേഷനും ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിൽ ഏർലി ഏജസിൽ കുട്ടികളിൽ മെഡിക്കേഷൻ ആണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുള്ളത്. തെറാപ്പി ഇഫക്റ്റീവ് അല്ല എന്നല്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് മെഡിക്കേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ASDയുടെ കൂടെ വരുന്നത്. ശ്രദ്ധിക്കുക, ADHD, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഈ സംഗതികൾ ASDയുടെ കൂടെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി സ്ക്രീനിങ് എന്തായാലും ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ചൈൽഡ്ഹുഡിൽ കൂടുതൽ കാണുന്ന ആങ്സൈറ്റി, ADHD, ഫോബിയാസ് ഉണ്ടാവാം, ദേഷ്യം കാര്യങ്ങൾ. അഡോളസെന്റ് ആവുമ്പോൾ അത് വീണ്ടും ആങ്സൈറ്റി, ADHD തന്നെയാണ്. അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ഡിപ്രഷനും കാര്യങ്ങളും OCDയും ഉണ്ടാവാനുള്ള സാധ്യത 20% കാണാം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ IQ വെച്ചിട്ടാണ് ചെയ്യുക. മൈൽഡ് ഉള്ള ആളുകളാണെങ്കിൽ എന്താണ് മുന്നോട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇൻഡിപെൻഡന്റ്ലി ഒരു സപ്പോർട്ടോട് കൂടി ജീവിക്കാൻ പറ്റും. സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് ഫാമിലി കൊണ്ട് നടക്കാൻ പറ്റും. വലിയൊരു ജോലികൾ, ഭയങ്കര ഇന്റലക്ച്വൽ സ്കില്ല് വേണ്ടാത്ത ജോലികളൊക്കെ സുഖമായിട്ട് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫാമിലിയെ റേസ് ചെയ്ത് ജീവിക്കാനുള്ള കഴിവുണ്ടാവും മൈൽഡ് ഉള്ള ആള്. മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റിഗ്മ വർക്ക് ചെയ്യേണ്ട കാര്യമല്ല, ഇവരെ ഒന്നും പറ്റാത്ത ആളുകളാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുക. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് കേട്ടാൽ തന്നെ ആ രീതിയിൽ കാണേണ്ട കാര്യമല്ല. ലിവ് ഇൻഡിപെൻഡന്റ്ലി വിത്ത് സപ്പോർട്ടാണ്. അവർക്ക് സപ്പോർട്ടോട് കൂടി ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ കഴിയും, സ്വന്തമായിട്ടൊരു ഫാമിലിയെ റേസ് ചെയ്യാൻ പറ്റും. മോഡറേറ്റ് ആണെങ്കിൽ സോഷ്യലൈസേഷൻ ഡിഫിക്കൽറ്റി ഉണ്ടാവും, എന്നാൽ സെമി സ്കിൽഡ് വർക്ക്സ്, സ്കിൽഡ് അല്ലാത്ത സെമി സ്കിൽഡ് വർക്ക്സ് അണ്ടർ സൂപ്പർവിഷൻ ചെയ്ത് ജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും. സിവിയർ ആണ് എന്നുണ്ടെങ്കിലാണ് ഇവർക്ക് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ജോബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ മനസ്സിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നേരെ സിവിയറിലേക്ക് കിടക്കുകയാണ് ചെയ്യാറ്.
പക്ഷെ ഇതല്ല. ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അവരെ ലൈഫിന്റെ റിസൾട്ട് മുന്നോട്ട് ഏത് ലെവൽ വരെ എത്തും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഇതൊരു കേസാണ്. ലൈക്ക് അവർക്ക് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് ജനറൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മാത്രമായിട്ട് കൂട്ടിക്കെട്ടുക. അത് അതിന്റെ സ്വഭാവത്തിലുള്ള സംഗതിയാണ്. അതിനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട. അല്ലെങ്കിൽ ആ ദേഷ്യം, ആ സംശയം. അപ്പൊ ഇവർക്ക് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ പോലുള്ള അസുഖങ്ങൾ വരാം. കൂടുതൽ സംസാരിക്കുക, കൂടുതൽ പാട്ട് പാടുക, ഭയങ്കര സന്തോഷം കാണിക്കുക. അപ്പൊ അതൊരു സ്വഭാവത്തിലുള്ള വേരിയേഷൻ അല്ല. ചില സമയത്ത് അത് മറ്റൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആവാൻ സാധ്യത ഉണ്ട് എന്നത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാവാം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാം. കൂടുതലായിട്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ കാണുന്നത് ഒന്ന് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ, സൈക്കോസിസ് പോലുള്ള കണ്ടീഷൻസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവ വ്യതിയാനം കുട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡൽസിലോ കാണുകയാണെങ്കിൽ അതിനൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അത് നേരെ മറിച്ച് അത് സ്വഭാവത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഡിസബിലിറ്റിയുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമല്ല. അതൊരു ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ ആവാം. അത് ട്രീറ്റ്മെന്റ് എടുത്താൽ അത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആവാം. ഇനി അടുത്ത കണ്ടീഷനാണ് ADHD എന്നുള്ളത്. നമുക്കറിയാം അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ്. അല്ല, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും. അപ്പോൾ കുറെ ക്യായോസ് ആവും. അത് കാരണം തട്ടിമറിച്ചിട്ടാൽ അത് ചിലപ്പോൾ അറിയില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരുപാട് ബാക്കി കുട്ടികൾ അടങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവൻ ശരിക്കാൻ ബുദ്ധിമുട്ടും കൂടുതൽ. 10 കാര്യം ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കുട്ടികളിലാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു കാര്യം ചെയ്യാൻ കുറെ സമയമെടുക്കും. ഒരേ സാഹചര്യത്തിൽ ശ്രദ്ധ കൂടുതൽ നേരം ഒരേ കാര്യത്തിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ADHD അഡൾട്ട്സിലേക്ക് എത്തുകയാണെങ്കിൽ ബോറടിയാവും, ക്ഷീണം കൂടുതൽ, ഭയങ്കര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ബോറടിക്കുക, വീണ്ടും ഒരു കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുക, ഒരേ കോൺവെർസേഷനിൽ തന്നെ കൂടുതൽ നേരം ശ്രദ്ധിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അഡൽട്ടിലേക്ക് വരുമ്പോൾ സിംറ്റംസിൽ. അപ്പൊ ഇതില് പാരന്റ്സ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ADHD എന്ന് പറയുമ്പോൾ ശ്രദ്ധ കുറവാണ്. എന്നാൽ ഈ ചിത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാദർ രാത്രി വരുമ്പോൾ മോൻ ഇരുന്ന് ഒരുപാട് നേരമായിട്ട് ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ്. അപ്പോ ഫാദർ മദറിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ എങ്ങനെ ADHD ഉണ്ടാവും? എത്ര നേരമായിട്ട് ഇവൻ അടങ്ങിയിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്, ഈ മര്യാദക്ക് നോക്കായിട്ടാന്നുള്ള ഒരു കമന്റ് ആണ് കൂടുതൽ സമയം വരിക. ADHD ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് അറ്റൻഷൻ ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും. ചിലപ്പോൾ ഹൈപ്പർ ഫിക്സേഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോളോ ചിലപ്പോൾ അതിലടങ്ങി ഇരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ, വീട്ടിലില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവന് ശ്രദ്ധ കുറവാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഹൈപ്പർ ഫിക്സേഷൻ എന്നൊരു സംഗതി ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ശ്രദ്ധ നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇട്ടത്. ഓക്കെ, ADHD സിംറ്റംസ്: അറ്റൻഷൻ കൂടുതൽ നേരം ഉണ്ടാവില്ല, ശ്രദ്ധ കുറവുണ്ടാവും, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫോളോ ചെയ്യില്ല, ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരുപാട് നേരം എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും, മറവി കൂടുതലുണ്ടാവും, സ്കൂളിൽ പോയി വരികയാണെങ്കിൽ കുറെ സാധനങ്ങൾ മറന്നു വെക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ സാധനങ്ങൾ എടുത്തു വരും. ഈ ഒരു സിംറ്റംസ് ആണ് ഇൻഅറ്റൻഷന്റെ സിംറ്റംസ്. ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കുക, ചോദ്യം കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയുക, ക്യൂ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടിച്ചു കയറുക, ഓടുക, ചാടുക, കുത്തിമറിയുക, വലിഞ്ഞു കയറുക, സീറ്റിൽ അടങ്ങിയിരിക്കില്ല. ഇനി ഇരിക്കുകയാണെങ്കിൽ തന്നെ കയ്യും കാലം വിറപ്പിച്ച്. സ്കൂളിലൊക്കെ സ്ഥിരമുള്ള കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ബെഞ്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ള ഒരു മോട്ടർ ഘടിപ്പിച്ച പോലെയാവും ആളുണ്ടാവും. അതാണ് ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസ്. ഇപ്പൊ ADHD എന്താണ് ADHD എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ADHD ഇൻഅറ്റൻഷൻ ഉണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, ഇമ്പൾസിവിറ്റി ഉണ്ടാവും. ശ്രദ്ധ കുറവുണ്ടാവും, ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ആവും, ഇമ്പൾസീവ് ആയിട്ട് പെട്ടെന്ന് എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാം. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, ഇമോഷണൽ പ്രശ്നങ്ങൾ, സങ്കടം വന്നാൽ ഭയങ്കരമായിട്ട് സങ്കടം എക്സ്പ്രസ് ചെയ്യുക, ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക, സന്തോഷമാണെങ്കിൽ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക. പഠന വൈകല്യങ്ങൾ ഇവർക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ADHD എന്നുള്ളത് ഇത്രയും കാലം ഹിസ്റ്റോറിക്കലി നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? ഒരു 14-15 വയസ്സാകുമ്പോൾ മാറിപ്പോകുന്ന അസുഖമാണ്. അഡൽട്സിന് ADHD എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല എന്നുള്ളതായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. 60% കുട്ടികൾക്ക് അത് അഡൽട്ട് ആയാലും നിലനിൽക്കും എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ 40% ആളുകൾക്ക് ADHD ഒരു 14-15 വയസ്സാകുമ്പോൾ മാറിപ്പോകുന്നുണ്ട് എന്ന് മാറിപ്പോകും. എന്നാൽ 60% ആളുകൾക്കും അത്
അഡൽട്ട്ഹുഡിലേക്കും, അതായത് പ്രായപൂർത്തിയായാലും അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. ഫീമെയിൽസും ADHD തമ്മിൽ കുറച്ചുകൂടി പ്രത്യേകതയുള്ള സംഗതിയുണ്ട്. ആൺകുട്ടികൾക്ക് കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടാണ് ADHD പ്രസന്റ് ചെയ്യാറ്. എന്നാൽ ഫീമെയിൽസിന് അത് ഇൻഅറ്റൻഷൻ. പെൺകുട്ടികളാണെങ്കിൽ അത് ശ്രദ്ധക്കുറവായിട്ടാണ് കാണുക. അപ്പൊ അത് ടിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യില്ല. ശ്രദ്ധക്കുറവല്ലേ ഉള്ളൂ. ഹൈപ്പർ ആക്ടിവിറ്റി ആകുമ്പോൾ ഒബ്വിയസ് ആണ്, അടങ്ങിയിരിക്കില്ല, ഓടുന്നു, ചാടുന്നു, കുത്തിമറിയുന്നു, പല മുറികളാവുന്നു. അപ്പോൾ ഇവന് ഒരു പൊട്ടിത്തെറിയാണ് എന്നുള്ളത് മനസ്സിലാവും. ഫീമെയിൽസിലേക്ക് വരുമ്പോൾ ശ്രദ്ധക്കുറവായത് കാരണം മനസ്സിലാവില്ല. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യില്ല, അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകും. അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോയാൽ എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഐക്യു കൂടുന്നതിനനുസരിച്ചിട്ട് ADHDയുടെ സിംറ്റംസ് ഇവർക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഠനത്തിൽ പിന്നോട്ടായാലാണ് ഇവന് പ്രശ്നമുണ്ട് എന്നുള്ളത് പറയാം. ഐക്യു നല്ലതായതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ ചിലപ്പം ബ്രെയിനിൽ സംഗതി കിടക്കുന്നുണ്ട്. അപ്പോൾ മാർക്കിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കാരണം ആ ഒരു സംഗതി പാരൻസോ ബാക്കിയുള്ളവരോ നോട്ടീസ് ചെയ്യില്ല. കുട്ടികളുടെ ഒരു ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് ADHD എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കില്ല. ഇപ്പൊ ഡയഗ്നോസിസ് ഡിലേ ആക്കുന്ന ഫീമെയിൽ സെക്സിൽ ഡയഗ്നോസിസ് ADHD ഡയഗ്നോസിസ് ഡിലേ ആക്കുന്ന 3 മെയിൻ ഫാക്ടേഴ്സ് ഉള്ളത്. ഒന്ന് ഫീമെയിൽ സെക്സ് ആവാം, അല്ലെങ്കിൽ നല്ല ഐക്യു ഉള്ളത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ഡയഗ്നോസിസും ഡിലേ ആവും. അപ്പൊ ഐക്യു നന്നായിട്ടുണ്ടാവുമ്പോൾ ADHDന്റെ സിംറ്റംസ് ഇവർ കോമ്പൻസേറ്റ് ചെയ്തു പോകും. ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ADHD ഒരിക്കലും 25% കേസുകളിൽ മാത്രമേ ADHD മാത്രം ഉണ്ടാവുള്ളൂ. യൂഷ്വലി ബാക്കി 75% കേസിലും ADHDയുടെ കൂടെ മറ്റൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവും. 60% കേസിൽ 2 മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവുന്ന പഠനങ്ങൾ പറയുന്ന ഒരു 15% കേസിൽ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. ADHD പിക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേ കാര്യം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തൊക്കെയാണ് കൂടുതൽ കൂടെ ഉണ്ടാവാറുള്ളതെന്ന് ചോദിച്ചാൽ, കുട്ടികളിലാണെങ്കിൽ ആൻസൈറ്റിയാണ് ലീഡിങ്. ബേജാറുണ്ടാവും അവർക്ക്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഒരു സ്പീഡ് കൂടുതൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം ബാക്കി കുട്ടികളുമായിട്ട് കുറച്ച് അകൽച്ച ചിലപ്പോൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ കൂട്ടത്തിൽ കൂട്ടൂല, ഇവനെ കളിയാക്കും. ശ്രദ്ധക്കുറവുള്ള കാരണം ബുള്ളിങ്ങിന് ബാക്കി കുട്ടികൾ മോശം രീതിയിൽ ഇവരോട് പെരുമാറും. ഇവർക്ക് കുറച്ച് ദേഷ്യം കാര്യങ്ങൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രീംസ് ആണ് ഇമോഷൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ടും കച്ചറ ഉണ്ടാവും. അപ്പൊ അതേപോലെ ബാക്കി കുട്ടികൾ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഈ സംഗതികളൊക്കെ ഉള്ള കാരണം എന്താ, കുട്ടി വളർന്നു വരുമ്പോൾ ഇതൊരു ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അഡൽസിലാണെങ്കിൽ കൂടുതലായിട്ട് കാണുന്നത് ഡിപ്രഷനും ആങ്സൈറ്റി, ബൈപ്പോളർ ഡിസോർഡറും ലഹരി ഉപയോഗമാണ്. ADHD വേണ്ട രീതിയിൽ നമ്മൾ സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ കുട്ടിക്ക് ഒരു ആങ്സൈറ്റി ഡിസോർഡറോ, ഒരു ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡറോ, വിഷാദ രോഗമോ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ട് വരും. അതുമാത്രമല്ല, ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണം, അടങ്ങിയിരിക്കാൻ പറ്റാത്തത് കാരണം, വളർന്നു വരുന്ന പ്രായത്തിൽ, പഠിക്കേണ്ട പ്രായത്തിൽ വേണ്ടത് പഠിച്ചെടുക്കാൻ, അതായത് അക്കാഡമിക്കൽ മാത്രമല്ല, സോഷ്യലിയും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും അല്ലെ, എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഓരോ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സോഷ്യലി നാട്ടിലിറങ്ങി സമൂഹത്തിലിറങ്ങി എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ എല്ലാത്തെയും അഫക്റ്റ് ചെയ്യും. ADHD ഉള്ള അഡൽട്ടിലേക്ക് വരികയാണെങ്കിൽ, അഡൽട്ട് ADHD ഉള്ള 40% ആളുകൾക്കും ഒരു മൂഡ് ഡിസോർഡർ ഉണ്ട് എന്ന് പറയാം. അത് ഡിപ്രഷൻ ആവാം, ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ ആവാം. അതേപോലെ തന്നെ 50% ആളുകൾക്ക് ഒരു ആങ്സൈറ്റി ഡിസോർഡർ, കണ്ട രോഗം കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ADHD ഉള്ള ഒരാളാണ്, ASD ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എല്ലാം അതിലേക്ക് ഒതുക്കരുത്. ഈവൻ ഫിസിക്കൽ ഡിസബിലിറ്റീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റൊരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ അവർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ട്രസ് അവർക്ക് ഉണ്ടാവാം. അതിന് വേണ്ട പരിഗണന കൊടുത്താലേ മൊത്തത്തിൽ ഓവറോൾ ഹെൽത്ത് നന്നാവും എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അഡൽസിന്റെ കാര്യത്തിൽ വരുമ്പോൾ അധിക സമയം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് ഒരാൾ വരികയാണ്. യൂഷ്വലി ഒരു ADHD ഉള്ള നല്ല IQ ഉള്ള ഒരു ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു 20 വയസ്സ്, 22 വയസ്സിൽ, 25, ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ കോളേജ് പഠനം പൂർത്തിയാക്കുന്ന സമയത്തോ ആണ് നമ്മുടെ അടുത്തേക്ക് വരാറ്. അപ്പൊ അവരൊരു ഡിപ്രഷനോ, വിഷാദ രോഗത്തിന്റെ ലക്ഷണമോ, ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ടാവും വരും. മെഡിക്കേഷൻ കൊടുക്കുന്നു, ഇവർ വേണ്ട രീതിയിൽ അസുഖം മരുന്നിനോട് പ്രതികരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവിടെ ADHD ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സ്ലൈഡിൽ കാണിക്കാൻ ശ്രമിച്ചത്. അണ്ടർലൈങ് ADHD ഉണ്ടെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് റെഗുലർ മെഡിക്കേഷനോട് പ്രതികരിക്കുന്നത് കുറയും, അല്ലെങ്കിൽ റെഗുലർ തെറാപ്പിയോട്, ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി മെഡിക്കേഷൻ തെറാപ്പി, അതിനോടുള്ള പ്രതികരണം കുറയുകയാണ് ചെയ്യുക.
അപ്പൊ നമ്മൾ എന്തായാലും ADHD കൂടി ട്രീറ്റ് ചെയ്താലേ ഇത് വേണ്ട രീതിയിൽ ഡിസോർഡർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് എന്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി ആർ 4 to 5 times likely to have a mental health problem than children without. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കും റിസ്ക് കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്താൽ ഈ സംഗതികൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. എന്നിട്ടും ചെറുതായിട്ട് സ്വഭാവത്തിലോ ഇതിലോ പെരുമാറ്റത്തിലോ വ്യത്യാസം കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷന് വേണ്ടി ട്രീറ്റ് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. ഇനി എങ്ങനെ നമുക്ക് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി. പലതരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്. സൈക്കോതെറാപ്പി ആവാം, സ്പെസിഫിക് കണ്ടീഷൻ വെച്ച് ഒക്യുപേഷണൽ തെറാപ്പിയുടെ സപ്പോർട്ട് വേണ്ടി വരും, സ്പീച്ച് തെറാപ്പി വേണ്ടി വരും, ഫിസിയോതെറാപ്പി വേണ്ടി വരും. ഏതൊരാളും ചെയ്യുന്ന പോലെ തന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളുടെ മൈൻഡിനെയും ബോഡിയും നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളത്. എങ്ങനെയൊക്കെ ചെയ്യാം? ബ്രേക്കുകൾ എടുക്കുക. ജോലിയിൽ നിന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ നിന്നും പത്രം വായിക്കുക, എല്ലാത്തിനും ബ്രേക്ക് എടുത്തിട്ട് സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി സമയം കണ്ടെത്തുക. ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നല്ല ഉറക്കം ശീലിക്കുക. ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ഒന്ന് കൗൺസിലിംഗ് തെറാപ്പി നമ്മൾ തന്നെ മൈൻഡിനെയും ബോഡിയും ടേക്ക് കെയർ ചെയ്യുക. മൂന്നാമത്തെ ഒരു സംഗതിയാണ് കണക്ട് വിത്ത് അതർ പീപ്പിൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മൾ തണൽ പോലുള്ള ഓർഗനൈസേഷനിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നമ്മൾ ബോധപൂർവം ചെയ്യാത്ത എന്നാൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന ഒരു സംഗതിയാണ് കണക്ഷൻ വിത്ത് അതർ പീപ്പിൾ. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളുമായിട്ട് ഇടപെടുക. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളോട് നമ്മളുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് തുറന്നു പറയുക. ഇത് നമ്മളെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ വളണ്ടിയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ തണൽ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് NGOകളിൽ അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളിൽ നമ്മൾ ചെന്ന് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഓർഗനൈസേഷനുമായി കൂടി വർക്ക് ചെയ്യുക, പുതിയൊരു ഹോബി, പുതിയൊരു കോഴ്സ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരാളും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള നെറ്റ്വർക്കിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഭാവിയിൽ മറവി രോഗം വരാനുള്ള സാധ്യത വരെ കുറയ്ക്കും എന്നുള്ളതാ. ആ രീതിയിൽ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരാൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യത, ഡിമെൻഷ്യ മാത്രമല്ല മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കും എന്നുള്ള പഠനങ്ങൾ ഈയിടെയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ കണക്ഷൻ വിത്ത് അതർ പീപ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്നാലും ഇതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ ഞാനൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു സർവീസ് പ്രൊവൈഡർ അടുത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ അയാളോട് ചോദിച്ചാൽ, ആരിപ്പോ എൻ്റെ അടുത്ത് വരികയാണ്, ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സ്വയവും ആ ഒരു പ്രൊവൈഡറോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഹി ദ റൈറ്റ് പേഴ്സൺ, ഇതൊരു എനിക്ക് പറ്റിയ സെന്റർ ആണോ അല്ലെങ്കിൽ എനിക്ക് പറ്റിയ സർവീസ് പ്രൊവൈഡർ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സെൽഫായിട്ടും പ്രൊവൈഡറോടും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. വാട്ട് ഡു യു തിങ്ക് മൈറ്റ് ബി കോസിങ് മൈ മെന്റൽ ഹെൽത്ത് സിംറ്റംസ്? എൻ്റെ മെന്റൽ ഹെൽത്ത് സിംറ്റംസ് കാരണം എന്താവാം? കറക്റ്റായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് എൻ്റെ മെന്റൽ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വയവും നമ്മളെ പ്രൊവൈഡറോടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എൻ്റെ മെന്റൽ ഹെൽത്ത് സിംറ്റംസിന്റെ കാരണം എന്താണ്? എൻ്റെ ഫിസിക്കൽ സിംറ്റംസ് എൻ്റെ മെന്റൽ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ? സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിനും ബാക്കി ഫിസിക്കൽ ലിമിറ്റേഷനും വേണ്ട തെറാപ്പിസ്റ്റുകളിലേക്ക് എന്നെ റെഫർ ചെയ്തു തരാൻ പറ്റും. ഇത് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തെറാപ്പിസ്റ്റ് ആണ്, ഒരു പ്രൊവൈഡർ ആണ്, സർവീസ് പ്രൊവൈഡർ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ആണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുക. എൻ്റെ പ്രോബ്ലം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അസസ്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ഏത് രീതിയിൽ ബാധിക്കും? ബാക്കി തെറാപ്പിസ്റ്റുകളുമായിട്ട് നിങ്ങൾക്ക് കോർഡിനേഷൻ ഉണ്ടോ? ഇനി എൻ്റെ സുഗമമായ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, കോസ്റ്റ് ഇഫക്റ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്കീംസോ പോളിസീസോ നിങ്ങളുടെ ലഭ്യമാണോ എന്നുള്ളത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതോട് കൂടി തന്നെ ഇത് നമുക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റർ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കണം തന്നെ ഞാൻ പറയും.
പല സ്ഥലത്തും ചെന്ന് സമയം കളയാനില്ലല്ലോ. എന്ത് കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെല്ലുക എന്നുള്ളത്. അപ്പൊ ഇതില് ഒരുവിധം ചോദ്യങ്ങളൊക്കെ ടിക്ക് മാർക്ക് വരുവാണ്. എസ് എന്ന ഉത്തരമാണെങ്കിൽ ഓക്കെ, ഹീസ് ദ റൈറ്റ് പേഴ്സൺ, ദിസ് ഈസ് ദ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഇനി ഒരു മെന്റൽ ഹെൽത്ത് അല്ല, ഏതൊരു ഹെൽത്ത് പ്രൊവൈഡറെ ചൂസ് ചെയ്യുമ്പോൾ ഡിസബിലിറ്റി ഉള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആ ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇടപെടുന്ന ആളെ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ കാര്യത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ബോധ്യം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ നെറ്റ്വർക്കിംഗ്, ബാക്കി ഫെസിലിറ്റീസ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്താണ് പല തെറാപ്പീസും പല സർവീസസും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിംഗ് ഒന്നുകൂടി ഈസിയാവും, കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒന്നുകൂടി ഈസിയാവും. പിന്നെ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പ്രൊവൈഡേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളത്. നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് വരിക. ഒരിക്കലും ഒരു മെന്റൽ ഹെൽത്ത്, ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ്, ഒരു കണ്ടീഷനുമായി ഡീൽ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഐ മീൻ മെന്റൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എക്സ്പെർട്ട് ആവും. അപ്പൊ അതിന് വേണ്ട ഇടപെടൽ എനിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ ഹെൽത്തോ അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റോ അവിടെ വേറെ ഇടപെടൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും സിങ്ക് ആയിരിക്കണം. എന്താണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ, എന്താണ് നമ്മളെ ഗോള്, ആ ഗോളിന് വേണ്ടിയിട്ടാവണം ഈ ട്രീറ്റ്മെന്റ് ടീമിലുള്ള എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടത്. ഇവരെല്ലാവരും സിങ്ക് ആണ് എന്നുള്ളത് നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഷോർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ. അഡൽട്സ് വിത്ത് ഡിസബിലിറ്റി റിപ്പോർട്ട് ഫ്രീക്വന്റ് മെന്റൽ ഡിസ്ട്രസ് ഓൾമോസ്റ്റ് 5 times ആസ് ഓഫൺ ആസ് അഡൽട്ട് വിത്തൗട്ട് ഡിസബിലിറ്റി. ഈ കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. മെന്റൽ ഹെൽത്ത് കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അത് സ്ക്രീൻ ചെയ്യുക. അതൊരു ഇൽനെസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ഒരു ട്രീറ്റ്മെന്റിന് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. കോമൺ ആയിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ബ്രീഫായിട്ട് സമ്മറൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.